എ.കെ. ആന്റണി പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് ശിവഗിരി ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് നിയമസഭാ വെബ്സൈറ്റിൽ നേരത്തെയുള്ളത്. 407 പേജുള്ള റിപ്പോർട്ട് ശിവഗിരിയിലെ പോലീസ് നടപടിയെ ന്യായീകരിക്കുന്നതാണ്. ആന്റണി സർക്കാർ നിയോഗിച്ച മന്ത്രിസഭാ ഉപസമിതിക്കെതിരെ റിപ്പോർട്ടിൽ രൂക്ഷ വിമർശനമുണ്ട്. എ.കെ. ആന്റണിയെ പിന്തുണച്ച് ശിവഗിരി മഠാധിപതിയും രംഗത്തു വന്നു. ശിവഗിരിയിൽ ആന്റണി സർക്കാരിന്റെ കാലത്ത് നടന്ന പോലീസ് നടപടിയെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷനെ നിയോഗിച്ചത് ഇ.കെ. നായനാർ സർക്കാർ. അക്രമാസക്തരായ ജനക്കൂട്ടത്തെ നേരിടാനാണ് പോലീസ് ലാത്തിച്ചാർജ് നടത്തിയതെന്നാണ് ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷൻ കണ്ടെത്തിയത്. അന്നത്തെ SP ശങ്കർ റെഡ്ഡിയെ റിപ്പോർട്ടിൽ കമ്മീഷൻ അഭിനന്ദിക്കുകയും ചെയ്തു. ഒന്നോ രണ്ടോ പോലീസുകാരുടെ പെരുമാറ്റം സേനയുടേതായി കാണാൻ കഴിയില്ല. സംയമനത്തോടെയായിരുന്നു പോലീസ് ഇടപെടലെന്നും കമ്മീഷൻ റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആന്റണി സർക്കാർ മധ്യസ്ഥ ശ്രമം നടത്താനായി നിയോഗിച്ച മന്ത്രിസഭാ ഉപസമിതി ഒന്നും ചെയ്തില്ലെന്നും കമ്മീഷൻ കണ്ടെത്തി. ഉപസമിതി കൊണ്ട് രാഷ്ട്രീയ ഗുണമല്ലാതെ പ്രായോഗിക ഗുണം ലഭിച്ചില്ല. ഉപസമിതിയുടെ തെറ്റുകളോട് ക്ഷമിക്കാൻ കഴിയില്ലെന്നും കമ്മീഷൻ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നത്തെ സർക്കാരിന്റെ നടപടി ശരിയായിരുന്നുവെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദയും പ്രതികരിച്ചു. അധികാര കൈമാറ്റം നടത്തണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും അങ്ങനെ അധികാര കൈമാറ്റത്തിന് എത്തിയപ്പോൾ മേൽപ്പറഞ്ഞ രാഷ്ട്രീയ കക്ഷിയുടെ ആളുകളും തെറ്റിദ്ധരിക്കപ്പെട്ട ജനതയും അവിടെ തടയുകയും കല്ലേറ് നടത്തുകയും ബഹളങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ ലാത്തിച്ചാർജും മറ്റുമൊക്കെ നടന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആന്റണി പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട മാറാട് കമ്മീഷൻ റിപ്പോർട്ടും നിയമസഭാ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മീഡിയ 1 തിരുവനന്തപുരം.